ഇന്നിതാ വെള്ളിയാഴ്ചല്ലേ ഒരു മധുകൂത്ത് ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ അതാ പരിപാടി തുടങ്ങാം. ടൊമാറ്റോ പേസ്റ്റ് ഒന്ന്, ഈ കാണുന്ന സാധനങ്ങളെല്ലാം വേണം കേട്ടോ. ഇതിലേക്ക് പൊടികൾ എന്താ പറയുക, പാപ്രിക്കാണ്. അടുത്തത് പിന്നെ കപ്സ മസാല അല്ലെങ്കിൽ അറബിക് മസാല എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതിടുക. പിന്നെ അത് പട്ട കറാമ്പ് അങ്ങനത്തെ കുറച്ചുള്ള ഒരു ഗരം മസാല പോലത്തെ ഒരു സാധനം കേട്ടോ, പൊടിച്ചുണ്ടാക്കിയതാണ്. പിന്നെ അത് നേരെ ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ചിട്ട് ചെറിയ കഷ്ണം സിദ്ധരണം കേട്ടോ, അതായത് ബട്ടർ കേട്ടോ. ബട്ടർ ഇട്ടതിന് ശേഷം നേരെ ആ സ്പൈസസ് ഇടുക. ഏലക്കായ് പട്ട കറാമ്പ് ഒക്കെ വേണം കേട്ടോ. നേരെ അത് കഴിഞ്ഞ് നേരെ ഉള്ളി ഇടുക. ഉള്ളിയിട്ട് കുറച്ച് ഉപ്പ് ഇടുക, നല്ല ഇളക്കുക. അത് അരി ഒരു അരമണിക്കൂർ പുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നേരെ ഉള്ളിയൊക്കെ നല്ല ബ്രൗണിഷായി വരുന്നുണ്ട്. അപ്പോൾ നേരെ അതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ഒഴിക്കുക കേട്ടോ. അങ്ങനെ നല്ലവണ്ണം മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ വേണ്ട മസാലകൾ ചേർക്കുക കേട്ടോ. അതിൽ പാപ്രിക്കിൻ്റെ പൊടി, നേരത്തെ പറഞ്ഞ എല്ലാ മസാലകളും അതിലേക്ക് ചേർക്കുക. ബാക്കി വന്ന ഡ്രൈ ലെമൺ, അതേപോലെ വെളുത്തുള്ളി, അങ്ങനത്തെ എല്ലാ ഐറ്റംസുകളും അതിലേക്ക് ചേർക്കുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ടോ. ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇടാൻ പോവാണ്. ഇതിൽ ചില ആൾക്കാരൊന്നും മധുകൂത്ത് ഉണ്ടാക്കുന്ന ഉരുളക്കിഴങ്ങ് ഇടില്ല. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളേതായ സ്റ്റൈൽ ഉണ്ടാക്കുമ്പോൾ എന്ത് വേണമെങ്കിൽ ഇടാമല്ലോ. അത് കഴിഞ്ഞാൽ നേരെ തക്കാളി ഇടുക. തക്കാളി ഇട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം അങ്ങനെ അടുത്ത് ചിക്കൻ ഇടാൻ പോകട്ടോ. ചിക്കൻ ഇട്ട് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിക്കാൻ പോകട്ടോ. ഒരു മീഡിയം ലെവലിൽ വെള്ളം വെക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ കുക്കർ പറഞ്ഞാൽ നാട്ടിലത്തെ കുക്കറിനെ മാതിരി വിസിലടിക്കില്ല കേട്ടോ. ഇത് നമ്മൾ ഫുള്ള് ടൈമിൻ്റെ കണക്കാണ്. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മളിത് വിസിൽ ഒഴിവാക്കിയതിന് ശേഷം ഒരു ഗ്ലാസ് അരിക്കുക, 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റും. അത് കഴിഞ്ഞ ശേഷം എയർ പോക്കിയതിന് ശേഷം നമുക്ക് വിളമ്പാട്ടോ. അടിപൊളി സാധനം കിടലിനെ.